ഇത് ധവളപത്രങ്ങളുടെ കാലം എന്ന് വേണമെങ്കിൽ പറയാം. UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ പ്രതിപക്ഷത്തുള്ള ഇടതുപക്ഷത്തിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കി. അതിനകത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥയും കഴിഞ്ഞ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളും സാമ്പത്തികമായി പൈസ അനാവശ്യമായി ചെലവഴിച്ചെന്നുമൊക്കെയുള്ള വിലയിരുത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ധവളപത്രം വലിയ ചർച്ചയായി മാറി. പിന്നീട് ഒരു വസ്തുത കൂടി പറഞ്ഞു. ധവളപത്രം പുതുക്കിയ ബഡ്ജറ്റിന് മുന്നോടിയായുള്ള ഒരു കണക്ക് സൂചികയാണെന്നുകൂടി. എന്നാൽ ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം തെറ്റാണ് എന്നാണ് ഇപ്പോൾ CPMൻ്റെ വാദം. അതുകൊണ്ട് തന്നെ അവരും പുറത്തിറക്കി വസ്തുതകളുടെ ധവളപത്രം. അതായത് കഴിഞ്ഞ സർക്കാർ 2016 മുതൽ 2021 വരെയും 2021 മുതൽ 2026 വരെയും ഇടതു സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, എന്തുമാത്രം പൈസ ചിലവിട്ടു, അത് എങ്ങനെയൊക്കെയാണ് ചിലവിട്ടത്, അന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, കേന്ദ്ര സഹായം എങ്ങനെയായിരുന്നു, കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങിയ ഓരോ വസ്തുതകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വസ്തുതകളുടെ ധവളപത്രം. അതിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ കണക്കിന് ആരോപണങ്ങളുമുണ്ട്. ഒന്നാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് 2016 ഇടതു സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ കടുത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുകയായിരുന്നു. ഖജനാവ് കാലിയായിരുന്നു, സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഭരണമേറ്റെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഇടതു സർക്കാർ കാര്യമായി പ്രവർത്തിച്ചു. 2021 എത്തിയപ്പോഴേക്കും വീണ്ടും സാമ്പത്തിക മുന്നേറ്റമുണ്ടായി, വലിയ നേട്ടങ്ങളുണ്ടായി. ഖജനാവിൽ നീക്കിയിരുപ്പ് പൈസ വെച്ചതിന് ശേഷമാണ് ഇടതു സർക്കാർ അവസാനമായി പടിയിറങ്ങിയതെന്നും പറയുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഈ ധവളപത്രങ്ങളുടെ വസ്തുതകളും നേരത്തെ ഇറങ്ങിയ ധവളപത്രവും ഒക്കെ തന്നെ ഇനി രാഷ്ട്രീയ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ വിഷയങ്ങളൊക്കെ തന്നെ, ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ വലിയ അവസരം UDFന് കിട്ടി. മാത്രവുമല്ല, ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് അവർ അതൊരു വിഷയമാക്കി മാറ്റുകയും ചെയ്തു. ഇടതു സർക്കാർ നടത്തിയത് വലിയ തരത്തിലുള്ള ധൂർത്തായിരുന്നുവെന്നും കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും കിഫ്ബി വഴി അനാവശ്യമായി പൈസ ചിലവിട്ടു എന്നുമൊക്കെ സർക്കാരിന് വേണ്ടി ധനമന്ത്രി തന്നെ പറഞ്ഞു. ധനമന്ത്രി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇപ്പോൾ CPIM വസ്തുതകളുടെ ഒരു ധവളപത്രം തന്നെ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ധവളപത്രത്തിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു പുതുക്കിയ ബഡ്ജറ്റെന്ന്. കാരണം പലതും മാറ്റിമറിച്ചിരിക്കുകയാണ് ആ ബഡ്ജറ്റിലൂടെ. പ്രത്യേകിച്ചും ഖനന മേഖല അല്ലെങ്കിൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലേക്ക് സ്വകാര്യ മേഖലയെ കൂടി സ്വാഗതം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് വസ്തുതകളുടെ ധവളപത്രത്തിലും പറയുന്നു. അതേ ആരോപണം തന്നെ പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്നു. ഖജനാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആവശ്യത്തിന് സർക്കാരിന് പ്രവർത്തിക്കുന്നതിനുള്ള പണമുണ്ട്. എന്നാൽ ആ പണം കൃത്യമായി വിനിയോഗിക്കുന്നതിന് പകരം ആരോപണത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണത്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്നു. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പലതും ഇല്ലാതായിരിക്കുന്നു. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷനും പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ പെൻഷനുമൊക്കെ മുടങ്ങി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് സർക്കാരിന് തന്നെ ചിലത് പറയാനുണ്ട്. അതായത് കൃത്യമായും അർഹർക്ക് ആ പെൻഷൻ നൽകണം, അനർഹർക്ക് പെൻഷൻ നൽകാനാകില്ല. അതിന് കൃത്യമായ ഒരു പരിശോധന തന്നെ വേണ്ടിവരും എന്ന് സർക്കാരും അതുപോലെ തന്നെ ധനമന്ത്രിയും പറയുന്നു. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നുവെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ധവളപത്രവും വസ്തുതകളുടെ ധവളപത്രവും പുറത്തിറങ്ങിയതോടെ നാളുകൾ ഇനി മറ്റു തരത്തിലുള്ള ചർച്ചകളിലേക്ക് നീങ്ങും. കാരണം കിഫ്ബിയെക്കുറിച്ച് അന്വേഷിക്കാനും കിഫ്ബിയുടെ പ്രവർത്തനം എങ്ങനെ വേണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കാനും ഒരു സമിതിയെ തന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു.
അതും മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ളയ്ക്കാണ് അതിൻ്റെ ചുമതല. എന്തായാലും സർക്കാർ ചില നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് ചില കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടതായിട്ടും വരും. അങ്ങനെ ഈ ധവളപത്രങ്ങളുടെ അല്ലെങ്കിൽ ധവളപത്രങ്ങൾ പുറത്തിറക്കുക വഴി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരലിന് തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ കണക്കുകളും കൃത്യമായി പറയുന്നുണ്ട്. ഇതുവരെ ഭരണരംഗത്ത് ഇടതു സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവർ ഓരോ ദിവസവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പഴയ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനദ്രോഹ നടപടികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഭരണം തുടങ്ങിയപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരും നാളുകളിൽ ഇതിന് ശക്തി പ്രാപിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വസ്തുതകളുടെ ധവളപത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ കിഫ്ബി അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പുതുവഴികളിലേക്ക് ഇപ്പോഴത്തെ സർക്കാർ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം അതിലെ ധനാഗമന മാർഗങ്ങളും ധനവിനിയോഗ മാർഗങ്ങളോടും തന്നെ ഇപ്പോഴത്തെ സർക്കാരിന് വലിയ യോജിപ്പില്ല. അത് തന്നെ ഇനി വരും ദിവസങ്ങളിൽ വലിയൊരു ചർച്ചയായി മാറാം. എന്തായാലും പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് വസ്തുതകളുടെ ധവളപത്രം.